ഒരൊറ്റ കാര്യം മാത്രം. ഇപ്പൊ നേരിട്ട് താങ്കൾ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചിത്രത്തിലേക്ക് വന്നല്ലോ. ഒരൊറ്റ കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ചടങ്ങിലേക്ക് ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിലേക്ക് ഈ പോറ്റി വന്നത് എങ്ങനെയായിരിക്കും? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ പോലീസ് വകുപ്പിന് സമർപ്പിക്കുന്ന ആംബുലൻസിന്റെ താക്കോൽദാനം ശ്രീ പിണറായി വിജയൻ ബഹു മുഖ്യമന്ത്രി ഓഗസ്റ്റ് 20, 2025 സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്ക് തിരുവനന്തപുരം കാര്യപരിപാടി ഉദ്ഘാടനവും താക്കോൽദാനവും ശ്രീ പിണറായി വിജയൻ ബഹു കേരള മുഖ്യമന്ത്രി. സ്വാഗതം രാവട എ ചന്ദ്രശേഖർ IPS സംസ്ഥാന പോലീസ് മേധാവി. സാന്നിധ്യം ശ്രീ VN വാസവൻ ബഹു ദേവസ്വം മന്ത്രി. വിഷ്ണു ശങ്കരൻ K ഭട്ട് ഡയറക്ടർ ഭീമ ഗോൾഡ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കൃതജ്ഞത S ശ്രീജിത്ത് IPS. ഇതാണ് പ്രോഗ്രാം. ഇതിൽ ഒരിടത്തും പോറ്റിയില്ല. പിന്നെ എങ്ങനെ പോറ്റി വന്നു എന്നത് പരിശോധിക്കേണ്ടതാണ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. പക്ഷേ നോക്കൂ, ഈ കാണുന്ന ദൃശ്യത്തിൽ എന്താ ഈ കീ, വലിയ കീ, പ്രതീകാത്മക കീ കൊടുക്കുന്ന 3-4 കരങ്ങളിൽ ഒന്ന് പോറ്റിയുടെ കരങ്ങളാണ്. അതെങ്ങനെ അവിടെ വന്നു? ഇതുപോലെ പരിപാടികളിൽ പങ്കെടുക്കും, പോകും, ചിലർ സെൽഫി എടുക്കും, പ്രോഗ്രാം എടുക്കും. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി എനിക്കറിയാവുന്ന ആളാണ്. ഒരു പരിപാടിക്ക് പോകുമ്പോൾ പലരും ഫോട്ടോ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുക്കും. ഈ കാര്യപരിപാടിക്ക് അനുസരിച്ചാണെങ്കിൽ കീ കൊടുക്കുന്നതൊക്കെയും ആ കാര്യപരിപാടി കാണില്ലേ ശ്രീ അരുൺകുമാർ? ഇപ്പൊ ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് ഞാനും കൂടെ കീ അങ്ങ് പിടിച്ച് മുഖ്യമന്ത്രി കൊടുക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ പ്രോഗ്രാമിൽ പെട്ടവർ മാത്രമല്ലല്ലോ, അല്ലാതെയും കുറച്ച് ആളുകൾ വന്നു നിന്നു. ഈ പോറ്റിക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഞാൻ പറയട്ടെ, ഇത് ചാലക്കമ്പോളത്തിലല്ല, മാനാഞ്ചിറ മൈതാനത്തുമല്ല. അല്ല, ഒറ്റ മിനിറ്റ്. സെക്രട്ടറിയിലേക്ക് ആക്സസിനെ കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.